നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ പണി മാങ്ങ പൊട്ടിക്കലേ. അപ്പം നമുക്ക് മാങ്ങ പൊട്ടിക്കാം. കണ്ടോ, ഒരു വലിയ തോട്ട്. അതായത് ഞങ്ങളാ ഇത് എത്തണില്ല. ഇത് ഭയങ്കര നീളമാണ്. അങ്ങനെ ഇത് വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് അടുത്ത വഴി നോക്കാം. അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തപ്പി കിട്ടും കുറേ എണ്ണം. നമ്മുടെ കൊക്കിൽ ഒന്നുങ്ങുന്നതേ കൊത്താവും. ഇവിടെ നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അത് വിളിക്കും. ഒന്നും കൂടെ ഓടിക്കാണ്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി ഈ മാങ്ങ വന്ന് നമ്മൾ തുണിയിലിട്ട് പൊട്ടിച്ചിട്ടാണ് തിന്നാൻ പോണത്. കട്ടിക്കോ. അപ്പതാ നമ്മൾ പൊട്ടിക്കുന്നു. എന്താ അടിക്ക് ഉശിരി പോര. എന്തോന്നത് കല്ലോണ്ട് ഉണ്ടാക്കിയത് കാണിച്ചേ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അടിക്കാം. തകർപ്പണമായി. നമുക്ക് ഉപ്പും മുളകും കൂട്ടി കഴിക്കാം. വായിൽ വെള്ളം വരുന്നവാ. ബാക്കിയും കൂടെ നമുക്ക് ബാക്കി കൈ കൊണ്ട് ഓട്ടിക്കണ്ടല്ലോ. ഭയങ്കര നാരുള്ള മാതിരി, അതുകൊണ്ടാണ് എനിക്ക് കാണുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നു. ഇതാ ഒരു കൈ വരുന്നേ. വലുതാണ്. നല്ല പുളിയുണ്ട്, നല്ല എരിവുണ്ട്. ഒരേ ഒരു ചാമ്പയ്ക്ക മാത്രമേ ഉള്ളൂ മരത്തിന്റെ മുകളിൽ കാണിച്ചത്. കാണണ്ടോ, അത് വീടും കണ്ട. വേറെ രണ്ടെണ്ണം കൂടി കണ്ടുപൊട്ടിട്ടുണ്ടേ, പൊട്ടിക്കട്ടെ. കണ്ടോ, നല്ല ടേസ്റ്റാ. ഇതുണ്ടോ, ഇതെന്താ സാധനം മനസ്സിലായോ? ഫുള്ള് ചെറീസാണ്, പഴുത്ത് വരണേ ഉള്ളൂ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. പക്ഷെ ഇതിന് നല്ല മുള്ളാണ്. അതുകൊണ്ട് ഇത് പിന്നെ കഴിക്കണമെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ കറ കളഞ്ഞ് ചുണ്ണാമ്പ് വെള്ളത്തിലിട്, പിന്നെ പഞ്ചാര വെള്ളത്തിലിട്, അങ്ങനെ എന്തൊക്കെയുണ്ട്. പക്ഷെ സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, പിന്നില്ല ഒരാൾ ഭയങ്കര പണിയില്ല. അപ്പോൾ നമ്മൾ ചാമ്പയ്ക്ക ആണോ, ഇതാ ദൈവം എടുത്തു. ഇതെന്താ മനസ്സിലായോ? ഇതാണ് നമ്മുടെ അയിനിച്ചക്ക. പക്ഷേ ഇത് താഴത്തേക്ക് വീണത് മുഴുവൻ കേടായിട്ടാണ് വീഴുന്നത്. നമ്മൾ ചക്ക പൊടിക്കണം എന്ത് ചെയ്ത് മുകളിൽ പോയിട്ട് പൊട്ടിക്കലൊന്നും നടക്കില്ലല്ലോ, ഭയങ്കര ഹൈറ്റ് അല്ലേ. അപ്പോൾ അത് കാരണം ഒക്കെ കേട് വന്നിട്ടാണ് വീണത്. ഭയങ്കര ആഗ്രഹമായി ഈ സാധനം ഒന്ന് കഴിക്കണമെന്ന്. പണ്ട് ചെറുപ്പത്തിൽ കഴിച്ചതല്ലേ. ചില ആൾക്കാരുടെ നാട്ടിൽ അയിനിച്ചക്ക എന്ന് പറഞ്ഞാൽ അറിയില്ല. ഓരോരോ നാട്ടിൽ ഓരോ മാതിരിയാണ്. ഇനി വേറൊരു സാധനം കാണിച്ചു കേട്ടോ. ഇതാ, ഇത് കുറേ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് കണ്ടോ, കുറേ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ആൾക്കാർ വന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന് ഇരുമ്പാമ്പുളി, ഓർക്കാപ്പുളി എന്നൊക്കെ പറയും. എന്നെ കൊണ്ട് വീട്ടിൽ കഴിക്കാൻ ഭയങ്കര പുളിയാണ്. കട്ടിയതാണ്.